അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, ഗസാൽ ഗസാൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഓക്കെ, മാൻ മാൻ മാനിനെയാണ് എന്ത് പറയാ? ഗസാൽ. എന്താ പറയാ? ഗസാൽ, ഡീർ. ഓക്കെ. ഗർബുൻ 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 ഗുബാറുൻ 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 ഗിദാഉൻ 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 മഗ്രിബുൻ 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 ഗാബുൻ ബുഗൂറുൻ തഗീബു ഗാബുൻ ബുഗൂറുൻ തഗീബു ഗ ഗു ഗി സുഗ് ഗ ഗു ഗി സുഗ് ഗാ ഗു ഗി ഗാ ഗു ഗി ഗൻ ഗുൻ ഗിൻ ഗൻ ഗുൻ ഗിൻ. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ഗൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഐൻ എഴുതുന്നത് അല്ലേ? അതിൻ്റെ മുകളിലൊരു പുള്ളി ഉണ്ടെന്നേ ഉള്ളൂ. എഴുതുന്ന രൂപമൊക്കെ അതേപോലെ തന്നെ. തുടങ്ങുന്നത് മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ വരെ. ഓക്കെ, ഗൈൻ. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകളൊന്ന് നോക്കാം. വായിക്കാനാണ് 50 മാർക്കാണ് കേട്ടോ. ഖബർ ഖബർ ബഗറ ബഗറ റബഗ റബഗ ബാഗ ബാഗ ഗായിബുൻ അബ്ഗി തഗൂറു തസ്ബീഗൻ തസ്ബീഗിൻ തസ്ബീഗുൻ. ഗൈന് ഐൻ എന്നീ അക്ഷരങ്ങളൊക്കെ ഫസ്റ്റിൽ എഴുതുന്നതും വേർഡുകളുടെ ഇടയിൽ എഴുതുന്നതും ലാസ്റ്റ് എഴുതുന്നതും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഷേപ്പ് കണ്ടോ? അത് ആദ്യത്തെ അക്ഷരം ഹ, ഇതിൽ ഇടയിൽ എഴുതിയത് ഹ, ഇതിൽ ലാസ്റ്റ് എഴുതിയത് ഹ. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഇത് ശരിക്കും ഇതുപോലെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് 2 ഖുർആനിൻ്റെ ആയത്തുകളുണ്ട്. അത് നോക്കിയിട്ട് അതിൽ നിന്ന് ഗൈൻ റൗണ്ട് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗൈനിൻ്റെ പല രൂപങ്ങളുണ്ട്. എല്ലാ രൂപവും, ഏത് രൂപമാണെങ്കിലും ഗൈനാണെങ്കിൽ റൗണ്ട് ചെയ്യാം. ഗൈരിൽ മഗ്ളൂബി അലൈഹിം ഫഅസാബഹും ഗമ്മൻ ബിഗം. ഇനി അടുത്തത് 2 ഖുർആനിലെ അറബി പദങ്ങൾ 4 എണ്ണം. അത് വായിച്ച് പഠിക്കാനാണ്. അറാഗിബുൻ റഗബൻ സായിഗൻ തുസിഗ്. ഇൻഷാ അല്ലാഹ് നല്ല അറബിയിലെ ഓരോ അക്ഷരങ്ങളും നല്ല ശുദ്ധിയോടെ
അതിൻ്റെ രൂപത്തിൽ തന്നെ വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ഖുർആൻ ഓതാൻ കഴിയും, നല്ല മുഅ്മിനാകാൻ പറ്റും, സ്വർഗത്തിൽ കടക്കാനും പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.